നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസം മുൻപ് ഭഗവാന്റെ പിറന്നാൾ ദിവസം തന്നെ കൃത്യമായിട്ടും ഗുരുവായൂരിൽ അഴിഞ്ഞാടി നടക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലാമണി താത്ത, ഈ താത്തയുടെ ഗുണവശങ്ങളും കൊണവശവും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒരുപാട് നിരപരാധികളെ കള്ളക്കേസിൽ കുരുക്കുകയും അവസാനം കോടതി തന്നെ നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോരുത്, കണ്ടം വഴി ഓടിക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊടുത്തിട്ടുള്ള പീഡന പരാതി പോലും കൊടുത്തിട്ടുള്ള ആളുകളെ വെറുതെ വിട്ടുകൊണ്ട് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഇവരെ കണ്ടം വഴി ഓടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ആ സ്ത്രീ, അവരുടെ പേര് ജസ്ന സലീം എന്നാണ്. ഈ ജസ്ന സലീം ഭഗവാന്റെ പിറന്നാൾ ദിവസം, അഷ്ടമി രോഹിണി ദിവസം, നമുക്കെല്ലാം വളരെ ആ ഒരു ആദരവോട് കൂടിയിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്ന ഭഗവാന്റെ ആ ഒരു സുദിനം, ആ സുദിനത്തെ കൃത്യമായിട്ടും ഭക്തരോട് തട്ടിക്കയറാൻ വേണ്ടി ഏതോ ഒരു ഗുണ്ടാലുക്കിലുള്ള ഒരുത്തനെയും കൊണ്ടുവന്ന് നെറ്റിയിൽ കുറിയൊക്കെ ഉണ്ട്, കഴുത്തിലൊരു മാലയൊക്കെ ഇടിച്ച്, കയ്യിലൊരു മറ്റേ വിഷ്ണുലോകം സ്റ്റൈലിലുള്ള ഒരു വളയൊക്കെ ഇടിച്ച്, ഒരു വെള്ളമുണ്ട കുടിപ്പിച്ച്, ഇവൻ എന്റെ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞ് ഒരു ഗുണ്ടയെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ആക്രമണം അഴിച്ചു വിട്ടതൊക്കെ അത് വീഡിയോയിൽ പകർത്താൻ വേണ്ടി ചാനലുകാരെ കൊണ്ടുവരിക, എന്നിട്ട് ഭഗവാന്റെ ആ പരിശുദ്ധ ദിനം തന്നെ കൃത്യമായിട്ടും അലങ്കോലമാക്കിക്കൊണ്ട് ഭക്തരായിട്ട് ക്യൂ നിന്ന് ഭക്തരായിട്ട് കാണാൻ വേണ്ടി, ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഭക്തജനങ്ങളോടൊക്കെ തട്ടിക്കയറുന്ന സ്ഥിതി നമ്മൾ കണ്ടു. നോക്കൂ, ഇവരതിന് കാരണമായിട്ട് പറഞ്ഞത് അവരുടെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ എന്തോ ഒരു കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും താഴെ വരിക. അതിൽ ഒരു കമന്റിനെ മാത്രം തേടി പിടിച്ച് കണ്ട് ആ സ്ത്രീ, അതല്ലെങ്കിൽ ആ ഒരു കമന്റ് ഇട്ട വ്യക്തി അവിടെ വരുന്നതോടുകൂടി അവരെ വളയുക, അതിനിഷ്ടം പോലെ ക്യാമറാമാൻമാരെയും കൊണ്ട് പോവുക, ഗുണ്ടകളെ കൊണ്ടുപോവുക, ഈ ചങ്ങാതിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഗുണ്ടയുടെ ആ ഒരു സ്ത്രീലിംഗം പറയുകയാണെങ്കിൽ ഗുണ്ടികളെയും കൊണ്ടുപോവുക, എന്നിട്ട് ഈ ഗുണ്ടിയും ഗുണ്ടനും ഒക്കെ ആ സ്ത്രീയെയൊക്കെ ചീത്ത പറയുന്നൊക്കെ നമ്മൾ കണ്ടു. ഇതിനെതിരെ കൃത്യമായിട്ടും ഗുരുവായൂരിലെ സ്ത്രീകൾ തന്നെ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭക്തരായിട്ടുള്ള സ്ത്രീകൾ ഒന്നിച്ച് ഇവിടെ ഗുരുവായൂരിൽ വന്ന് ഇനി ഇമാതിരി പേക്കൂത്ത് അതല്ലെങ്കിൽ അഴിഞ്ഞാട്ടം നടത്തിയാൽ ചൂല് മുക്കിക്കൊണ്ട്, ചാണകത്തിൽ ചൂല് മുക്കിക്കൊണ്ട്, ചാണകം ഔഷധമായതുകൊണ്ട് അതല്ല ഇവളോടൊന്നും ഉപയോഗിക്കേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. അമേധ്യത്തിൽ ചൂല് മുക്കി അടിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ അഡ്രസ് പ്രകാരം, അതായത് ജസ്ന സലീം, വൈഫ് ഓഫ് അബ്ദുൾ സലീം, പുളിയേരി കുന്നത്ത് ഹൗസ്, അക്കുഡേറ്റ്, കുറുവാങ്ങാട്, കൊയിലാണ്ടി, കോഴിക്കോട്, ഇത്തരത്തിലാണ് ഇവരുടെ അഡ്രസ് വരുന്നത്. ഈ അഡ്രസ് പ്രകാരമുള്ള ഇവൾക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ കൃത്യമായിട്ടും ഓരോ ഹിന്ദു സംഘടനകളും നിലപാടെടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ മണിക്കൂറിലാണ് ഒരു ഫേസ്ബുക്കിൽ ആരോ എഴുതിയ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഈ സ്ത്രീ അവിടെ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങൾ, ശുദ്ധ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ അഴിഞ്ഞാട്ടം പല രീതിയിലാണ്. അതിങ്ങനെയാണ് വരുന്നത്. ഗുരുവായൂർ കണ്ണന്റെ ഭക്തയാണ്, അതുകൊണ്ടാണ് കണ്ണനെ മാത്രം വരച്ച് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് ഈ താത്തയുടെ അവകാശവാദം. കണ്ണൻ എന്ന പേര് പോലും വെറുപ്പ് ഉളവാക്കുന്ന, ഇവരുടെ ഒരു പല വീഡിയോയിലും പറയുന്നുണ്ട് കണ്ണൻ എന്നുള്ള പേര് ഇവൾക്ക് ഇവളുടെ ബാപ്പയും ഉമ്മയിട്ട പേരാണ് അത്ര. വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള, അരുമയായി സ്നേഹത്തോടെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ പേര് പോലും അവൾക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പുള്ള അവൾ എങ്ങനെയാണ് കണ്ണനെ ഭക്തനായി കാണുക, ഒരു കണ്ണനെ വിശ്വാസത്തോടുകൂടി കാണുക? ഇനി പറയുന്നു, തലയിൽ നിന്ന് ഒരിക്കൽ പോലും തട്ടം നീക്കം ചെയ്യാത്ത താത്ത. നമ്മൾക്കറിയാം ഇവർ അഞ്ചോത്ത് നിസ്കരിക്കുന്നതിന്റെയൊക്കെ ഫോട്ടോയൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. തട്ടം ഒരു ഇത്തിരി തലയിൽ നിന്ന് പോയാൽ പോലും അത് നേരെയാക്കിക്കൊണ്ട് വരുന്ന അവരുടെ മുസ്ലിം വേഷത്തിൽ ഒരു ഇടിവും വരാതെ ഗുരുവായൂർ കണ്ണന്റെ മുൻപിൽ പേക്കൂത്ത് നടത്താൻ വരിക. ഇനി വരുന്നു ഇതുവരെ എഴുതിയതായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതാണ്. ഹൈന്ദവനായ കാമുകനെ, അത് ഞാൻ വായിക്കുന്നില്ല കാരണം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ ഒരു വേർഡ് ഞാൻ ഒഴിവാക്കുകയാണ്. അവർക്ക് ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകിയ മതിയാവൂ എന്ന് നിർബന്ധമുള്ള, അതായത് ഇവരുടെ ഭർത്താവ് ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളത് അത് കൃത്യമായിട്ട് ബയോളജിക്കലി ഇനി തെളിയിക്കേണ്ടതാണ്. കാരണം നമ്മൾക്കറിയാം മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലിംഗം ഛേദനം സുന്നത്ത് നടത്തിയിട്ടുണ്ടാവും. ഇനി അവരുടെ മതം, ജാതി ഏത് എന്നുള്ളതൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിക്കേണ്ടി വരും. അത്തരത്തിൽ അത് നമുക്ക് എന്തായാലും ഇവരുടെ മക്കളെ ഇവർ കൃത്യമായിട്ട് മദ്രസയിൽ വിട്ടുകൊണ്ട് മുസ്ലിം മതപഠനം നടത്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഉസ്താദ് ആ കുട്ടികളെ ദ്രോഹിക്കാൻ നോക്കിയ സമയത്ത് ഇവർ അതിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോ ഇവർ തന്നെ ചെയ്തിട്ടുണ്ട് ഉസ്താദിനെതിരെയൊക്കെ. അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് പൂർണ്ണമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി പ്രകാരം, മുസ്ലിം മതപ്രകാരം തന്നെയാണെന്ന് നമ്മൾക്കറിയാം. ഇനിയോ
ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് പോലും സംസാരിക്കുന്ന വേളയിൽ നാഴികയ്ക്ക് 40 വട്ടം ഇൻഷാ അള്ളാ എന്ന് ഉരുവിടുന്ന, അതല്ലെങ്കിൽ അള്ളാഹു അക്ബർ ഒക്കെ ഇവർ പല സമയങ്ങളിൽ പറയാറുണ്ട്, നമ്മൾക്കറിയാം. അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസത്തെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഓരോ ഹിന്ദുവിന്റെയും വളരെ വലിയ വികാരത്തോടു കൂടിയുള്ള ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂരപ്പൻ. അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണന്റെ ആ പരിശുദ്ധമായിട്ടുള്ള സ്ഥലം. ആ പരിശുദ്ധ സ്ഥലത്ത് വന്നുകൊണ്ട് ഇമാതിരി ഗുണ്ടായിസം കാണിക്കുക, ഇമാതിരി അഴിഞ്ഞാട്ടം നടത്തുക എന്ന് പറയുമ്പോൾ അത് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടുള്ള അടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദു സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇവർ ഹിന്ദുക്കളെ ഒരുപാട് പറ്റിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. കാരണം ഏതോ ഒരു ശങ്കരേട്ടന് കുട്ടിയില്ലാഞ്ഞിട്ട് ഇവര് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുന്ന 15,000-നും 20,000-നൊക്കെ വിൽക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം വെച്ചതോടുകൂടി ആ ശങ്കരേട്ടന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് വരെ ഇവർ പറയുന്നുണ്ട്, കുട്ടി ഉണ്ടായി. പിന്നെയോ കാശില്ലാതെ കഷ്ടപ്പെട്ട് നടക്കുന്ന കുറെ ആളുകൾക്ക് ഇവൾ കൊടുത്ത ആ ചിത്രം, ആ ഫോട്ടോ കോപ്പി ചിത്രം, കണ്ണന്റെ കണ്ണിൽ കൃഷ്ണമണി ഇല്ലാത്ത ആ ജീവനില്ലാത്ത പിക്ചർ കൊടുത്തതോടുകൂടി അവിടെ ഇങ്ങനെ ധനം ഇങ്ങനെ കുമിഞ്ഞുകൂടി എന്നൊക്കെ അവർ PR വർക്ക് നടത്തിക്കൊണ്ട് വായിൽ തോന്നിയ വില വാങ്ങിക്കൊണ്ട് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവർക്കെതിരെ കൃത്യമായിട്ട് ഹിന്ദു സംഘടനകൾ നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഇവർ കണ്ണന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് മുറിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നമ്മൾക്കറിയാം ഏതൊരു കേക്കിലും ഏകദേശം മുട്ട, എഗ്ഗ് ചേർക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മളൊക്കെ എത്രയോ ദിവസത്തെ വ്രതം നോറ്റുകൊണ്ടാണ് ഭഗവാനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇവർ മുട്ട കൊണ്ടുണ്ടാക്കിയ കേക്ക് പോലും ഭഗവാന്റെ തിരുനടയിൽ വെച്ച് മുറിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുക, അവർ തിന്നതിന്റെ ബാക്കി 2-3 ഹിന്ദുക്കൾ, മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് തിന്നാൻ കൊടുക്കുക, എന്നിട്ട് അത് ചിരിച്ചുകൊണ്ട് അത് ക്യാമറയിൽ പകർത്തി വീഡിയോ ആയിട്ട് ഇടുക, റീൽസ് ആയിട്ട് ഇടുക. ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇതൊക്കെ തന്നെയേ ഉള്ളൂ ഹിന്ദു, നീ എന്റെയൊക്കെ എച്ചില് തിന്നാൻ മാത്രമേ ഉള്ളൂ, നീയൊക്കെ വെറും ഒരു എച്ചിൽ നക്കിയാണ്, എന്റെ എച്ചിൽ നക്കിയാണ് എന്ന് പച്ചയ്ക്ക് പറയാതെ പറയുക തന്നെയാണ്. ഇനി പറയുന്നു ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ഒരു കലയാണ് എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും നമ്മൾ കണ്ടതാണ്. എടോ ഞാൻ ഫോട്ടോ അല്ലെ, അവരെ പറ്റിക്കുന്നതും ഒരു കലയാണോ എന്ന് പച്ചയ്ക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഇനിയോ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്ര നടയിൽ കയറി വന്ന് ഹൈന്ദവ ഭക്തയ്ക്ക് നേരെ ആക്രോശിച്ച് ഭഗവാന്റെ ജന്മദിന ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തി ഇവർ കഴിഞ്ഞ ദിവസം. അത് നമ്മൾ കണ്ടു. ഹൈന്ദവർ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം പോകുന്ന ക്ഷേത്ര നടയിൽ ഈ മുട്ട ഉൾപ്പെടുന്ന കേക്ക് മുറിച്ച് സെമസ്റ്റിക് രീതിയിൽ ജന്മദിന ആഘോഷം നടത്തി ഇവർ. അതും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. കേക്ക് മുറിച്ച് താത്ത വായിലിട്ട് ബാക്കി താത്തയുടെ എച്ചിൽ കേക്ക് കഷ്ണം ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്ന ഭക്തരുടെ വായിലിട്ട് കൊടുത്തതും നമ്മൾ കണ്ടില്ലേ? നോക്കൂ, ആ ക്ഷേത്രത്തിൽ തൊഴുകാൻ വന്നിട്ടുള്ള ഇവർ ആ മുട്ടയടക്കമുള്ള നോൺ വെജ് ഐറ്റംസ് വെച്ചുണ്ടാക്കുന്ന ആ എഗ്ഗ് വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് ആർത്തിയോടെ തിന്നുന്ന മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളെ നമ്മൾ കണ്ടു. എന്നിട്ടോ ആ സ്ത്രീക്ക് ഉമ്മ കൊടുക്കുന്നു. ഇവരാണ് ആ ഭഗവാൻ കണ്ണനെ തൊഴാൻ വേണ്ടി പിന്നെ ഉള്ളിലേക്ക് പോകുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇവളെ ഇന്നും വിശ്വസിച്ചും ന്യായീകരിച്ചും 10,000-ങ്ങൾ നൽകി ഇവളുടെ കാർട്ടൂൺ ചിത്രം വാങ്ങി. യെസ്, ഇത് തന്നെയാണ് അവരുടെ ചിത്രത്തിന് പറയേണ്ടത്, കാർട്ടൂൺ ചിത്രം. കാരണം നമ്മുടെ കണ്ണന്റെ കണ്ണിൽ കൃഷ്ണമണി ഇല്ലാതെ ജീവനില്ലാത്ത രീതിയിൽ കൃഷ്ണനെ വരയ്ക്കുക, എന്നിട്ട് അത് വായിൽ തോന്നിയ വിലക്ക് വിൽക്കുക. അതിന് ശങ്കരേട്ടന്റെ ഭാര്യ ഗർഭിണിയായെന്നും കാശില്ലാത്തവന്റെ വീട്ടിൽ കാശ് കുമിഞ്ഞുകൂടിയെന്നും പറഞ്ഞ് ഓരോ സാധാരണക്കാരുള്ള ഹിന്ദുവിനെയും പറ്റിക്കാൻ വേണ്ടി മർമ്മത്ത് പിടിക്കുന്ന രീതിയിൽ തന്നെ PR വർക്ക് നടത്തുക. അത്തരത്തിലുള്ള ഇവളുടെ ആ ചിത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചും നടക്കുന്ന ഹിന്ദു നാമധാരികൾ വിഡ്ഢിയല്ലാതെ പിന്നെ ആരാണ്? നോക്കൂ, ഇവരുടെ പേര് വരുന്നത് ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ഇപ്പോ ഒരു മെമ്മോറാണ്ടം പോലെ തന്നെ, അതായത് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഒപ്പിടുന്നത്, സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷം വരുന്നത്. അതിൽ ഈ പറയുന്ന പ്രതിയായിട്ട് വരുന്നത് ജസ്ന സലീം, വൈഫ് ഓഫ് അബ്ദുൾ സലീം, പുളിയേരി കുന്നത്ത് ഹൗസ്, കുറുവാങ്ങാട് PO, കൊയിലാണ്ടി, കോഴിക്കോട്. ഇതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ്. പിന്നെ ഇവരുടെ ഫോൺ നമ്പറുകൾ ഉണ്ട്, അതിവിടെ പബ്ലിക് ആയിട്ട് പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഇവരുടെ പേരിലാണ് പരാതി കൊടുക്കാൻ വേണ്ടി മെമ്മോറാണ്ടം രൂപത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഒപ്പിട്ടുകൊണ്ട് നാളെ കൊടുക്കുന്നത്. കാരണം ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി 2 മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു ഭഗവാന്റെ ജന്മദിനത്തിൽ തന്നെ അവരൊരു കച്ചറ, ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും അറിയാൻ പറ്റും. അത്തരത്തിൽ കലാപം ഉണ്ടാക്കാൻ, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നിട്ടുള്ള അവരെ കൃത്യമായിട്ട് നിയമത്തിന്റെ വഴിയിൽ ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. അവരുടെ അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല ക്ഷേത്രാങ്കണം, ക്ഷേത്രഭൂമി എന്നുള്ളത് ഇനിയെങ്കിലും അവൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
ഇതിപ്പോ ഹിന്ദു സംഘടനകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് ഭക്തജനങ്ങൾ വിശ്വാസികൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ഇവൾക്കെതിരെ പരാതികൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ആറോളം ചേച്ചിമാരാണ്, ആറോളം അമ്മമാരാണ് എന്നെ സമീപിച്ച് ഇവരുടെ അഡ്രസ് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അത്തരത്തിൽ ഞാൻ ഇവരുടെ അഡ്രസ് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പരാതി ഏകദേശം ശരിയായിട്ടുണ്ട്, ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു. മാക്സിമം ആളുകളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ 1-2 ദിവസം കഴിഞ്ഞാലേ ഇത് സബ്മിറ്റ് ചെയ്യുകയുള്ളൂ. അത് എല്ലാ SP തലങ്ങളിലുള്ള എല്ലാ SP തലത്തിലുള്ള രീതിയിൽ തന്നെയാണ് കംപ്ലൈന്റ് നീക്കുന്നത്. ഇവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം അവരുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള ഒരുത്തനെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇവന്റെ ഉപ്പ മുസ്ലിമും അമ്മ ഹിന്ദുവുമാണ് എന്ന് പറയുന്നു. ഉപ്പ മുസ്ലിം ആണെങ്കിൽ ഇവനെ വളർത്തിയത് ഏത് രീതിയിലാണ്, ഇവന്റെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടോ, സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഹിന്ദുവായി ജീവിച്ചാലും ഹിന്ദു ആവുക എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരുത്തനെ തോളിൽ കൈയിട്ട് അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരുത്തൻ ഇവരുടെ തോളിൽ കൈയിട്ട് ഗുരുവായൂരിൽ ചുറ്റി നടക്കുക, എന്നിട്ടോ അവരുടെ കാണുന്നിടത്തൊക്കെ എല്ലായിടത്തും ക്യാമറ വെച്ചുകൊണ്ട് ഈ ഗുരുവായൂരിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തുക. പിന്നെയോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഈ വലിയ ക്ഷേത്രം തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ തന്നെ, പിണറായി വിജയൻ തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന്. അത് ഗുരുവായൂർ നടയിൽ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്രീകോവിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ച പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കും ജിഹാദികൾക്കും ഈ ഗുരുവായൂരിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വീഡിയോകൾ കളക്ട് ചെയ്ത് കൊടുക്കുക, ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ വേണ്ടി ഒരു മുസ്ലിമിന്റെ വേഷത്തിൽ തന്നെ ഒരു സ്ത്രീയെ നിയോഗിക്കുക എന്നൊക്കെ ആരെങ്കിലും സംശയിച്ചാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ സ്ത്രീക്കെതിരെ നിയമ നടപടി സജീവമായി തന്നെ സ്ട്രോങ് വകുപ്പുകൾ ചേർക്കുന്ന രീതിയിൽ തന്നെ അത്ര കണ്ട് വക്കീൽമാരുടെ എല്ലാവരുടെയും അഡ്വൈസോട് കൂടി തന്നെയാണ് ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഭക്തിയാദരവോടുകൂടി ഭഗവാന്റെ ജന്മദിനം പോലും കണ്ടപ്പോൾ അവിടെയും കച്ചറയുണ്ടാക്കാൻ വേണ്ടി, വഴക്കുണ്ടാക്കാൻ വേണ്ടി, അഴിഞ്ഞാടാൻ വേണ്ടി ഒരു ഗുണ്ടയെ പോലെയുള്ള ഒരുത്തനെയും കൂട്ടി വന്ന് അവനും പിന്നെ ഏതോ ഒരു സ്ത്രീയുമുണ്ട് ഇവളുമുണ്ട് കുറെ എണ്ണം വന്നുകൊണ്ട് അവിടെ മണിക്കൂറുകൾ കാത്തു നിന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്ന ഭക്തജനങ്ങളോട് തട്ടിക്കേറുക, അസഭ്യം വിളിച്ചു പറയുക, എന്നിട്ട് അതൊക്കെ ചാനലുകാരെ കൊണ്ടുവന്ന് അത് ഷൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി അത് പ്രദർശിപ്പിക്കുക. ഇതിലൂടെ എന്താണ് നമ്മൾക്ക് അറിയേണ്ടത്? ഹിന്ദുമത വിശ്വാസികളെയും ഹിന്ദു മതത്തെയും അതല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തെയും ഒക്കെ ഇത്തരത്തിൽ അപഹസിച്ച് വീഡിയോ ആക്കി പ്രചരിപ്പിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു ഡേഷന്റെ മോനും ചോദിക്കാനില്ല എന്നത് കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് വലിയൊരു സന്ദേശമായി പകരുക തന്നെയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഒരാൾ സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഇനി ഇത് നമ്മൾ വാഗൊണ്ടുള്ള യുദ്ധം നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടും ഇവർക്കെതിരെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഇനി നീക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. ഇനിയും ഇവളുടെ പാവാടയുടെ മണം മണത്ത് അതല്ലെങ്കിൽ ഇവളുടെ പാവാട അലക്കികൾ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുണ്ട്. ഇവളുടെ പിറകെ നടക്കുന്ന ഞരമ്പ് രോഗികളുണ്ട്. ഈ ഞരമ്പ് രോഗികൾ ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളുള്ള ഞരമ്പ് രോഗികൾ നിങ്ങൾ മനസ്സിലാക്കുക. നീ യേശുദാസ് എന്ന് പറയുന്ന വലിയൊരു കലാകാരനെ, വലിയൊരു ഗായകനെ നീയൊക്കെ കണ്ടിട്ടില്ലേ? ആ യേശുദാസിനെ പോലും കയറ്റാത്ത ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. എന്തുകൊണ്ടാ? അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകാരം ഹിന്ദു മതത്തിലേക്ക് കൃത്യമായിട്ടും അവരുടെ നമ്മുടെ നിയമപ്രകാരം തന്നെ മതം മാറ്റപ്പെട്ട ക്രിസ്ത്യാനിയാണെങ്കിലും മതം മാറ്റപ്പെട്ട മുസ്ലിം ആണെങ്കിലും മാത്രമേ ഹിന്ദു ആയതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതിന് നിയമമുണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ വ്യവസ്ഥയുണ്ട്, നമ്മൾക്കറിയാം. അത്തരത്തിലുള്ള ഒരാളെ അല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടവും അഴിഞ്ഞാടാൻ വേണ്ടി എന്നിട്ട് അത് ക്യാമറയിൽ പകർത്തി അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി അതല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിനെതിരെ ഇനി വിരൽ ചൂണ്ടി സംസാരം മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ നമ്മുടെ സ്ത്രീ ജനങ്ങളെ അമ്മമാരെ അണിനിരത്തിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവരെ പോലെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ കുറ്റിച്ചൂല് എടുത്തുകൊണ്ട് ഓടിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതിന് പോലും അമ്മമാർ തയ്യാറാണ് എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് കേസരി ഭവനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചിദാനന്ദപുരി സ്വാമിയൊക്കെ പങ്കെടുത്തൊരു പ്രോഗ്രാം. അതിന് പങ്കെടുത്ത സമയത്താണ് ഈ അമ്മമാരെല്ലാവരും ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെയാണ് ഇവരുടെ അഡ്രസ് നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ ഇവർക്കെതിരെ കൃത്യമായിട്ട് പരാതി മുന്നോട്ട് നീങ്ങുന്നു. ഒരുപാട് ആളുകൾ ഒപ്പിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ ആരെങ്കിലും ഒപ്പിടാൻ വേണ്ടി നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ മാക്സിമം ആളുകളുടെ ഒപ്പോടുകൂടി ആയിരിക്കണം. ഈ പൊതുശല്യം, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പൊതുശല്യമായി മാറിയിട്ടുള്ള ഈ താത്തയെ, ഈ മുസ്ലിം സ്ത്രീയെ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു ഗുണ്ടയെയും കൊണ്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഇവർക്കെതിരെ ഇനി ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് കൂടുതൽ പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.